So the next question is Down's score for assessment of respiratory distress syndrome includes the following except. അപ്പോൾ ഡൗൺസ് സ്കോറിനെ കുറിച്ച് നമ്മൾ അറിയണം. ഓപ്ഷൻ എ എന്താണ്? റെസ്പിറേറ്ററി റേറ്റ്. ഓപ്ഷൻ ബി സയനോസിസ്. ഓപ്ഷൻ സി ഗ്രണ്ട്. ഓപ്ഷൻ ഡി ഓക്സിജൻ സാച്ചുറേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡൗൺ സ്കോറിനെ കുറിച്ചിട്ട് നമുക്കൊരു നോളേജ് ഉണ്ടായിരിക്കണം. സോ ഡൗൺ സ്കോർ എന്ന് പറയുന്നത് നമുക്ക് സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അതായത് നിയോനേറ്റ്സിൽ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഡിസ്ട്രസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സ്കോറാണ് ഡൗണീസ് സ്കോർ എന്ന് പറയുന്നത്. അതിനകത്ത് 5 പാരാമീറ്റേഴ്സാണ് നമുക്ക് വരുന്നത്. സയാനോസിസ്, റിട്രാക്ഷൻസ്, ഗ്രണ്ടിങ്, എയർ എൻട്രി ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്. ഇങ്ങനെ 5 ഫാക്ടേഴ്സാണ് നമുക്കതിനകത്ത് വരുന്നത്. അതിൽ ഈ ഡൗണി സ്കോർ വെച്ചിട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിനെ നമുക്ക് 2 സ്കോറായിട്ട് ഡിവൈഡ് ചെയ്യാം. 0 to 2 വരെയുള്ള ഗ്രേഡ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് സ്കോർ 0ൽ സൈനാസിസ് ഉണ്ടാവത്തില്ല, റിട്രാക്ഷൻസ് ഉണ്ടാവത്തില്ല, ഗ്രണ്ടിങ് ഉണ്ടാവത്തില്ല. സ്കോർ 1ലാണെങ്കിൽ സൈനോസിസ് ഇൻ റൂം എയർ ആയിരിക്കും. സ്കോർ 2ൽ 40% സൈനോസിസ് വരുന്നത്. അപ്പം അങ്ങനെ ഓരോ സ്കോറിലും വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡൗൺ സ്കോറിൽ വരാത്ത കാര്യം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? റെസ്പിറേറ്ററി റേറ്റ് ഉണ്ട് അല്ലേ? റെസ്പിറേറ്ററി റേറ്റ് വരുന്നുണ്ട്. സൈനോസിസ് വരുന്നുണ്ട്. ഗ്രണ്ട് മീൻസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു മുരളിച്ച പോലെ ഒരു സൗണ്ട് കാണിക്കും, അതാണ് ഗ്രണ്ടിങ്. അപ്പോൾ ഗ്രണ്ട് വരുന്നുണ്ട്. ഓക്സിജൻ സാച്ചുറേഷൻ വരുന്നുണ്ടോ? വരുന്നില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓക്സിജൻ സാച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്പോണൻസ് ഓഫ് സെപ്സിസ് സ്ക്രീൻ ഇൻ എ നിയോനേറ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഓപ്ഷൻ എ ഗാസ്ട്രിക് ആസ്പിറേറ്റ് ഫോർ പോളിമോർഫ്. ഓപ്ഷൻ ബി ഫീവർ. ഓപ്ഷൻ സി മൈക്രോ ESR ആൻഡ് ഓപ്ഷൻ ഡി CRP. അപ്പോൾ നമ്മൾ സെപ്സിസ് സ്ക്രീനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് നിയോനേറ്റ്സിലുള്ള സെപ്സിസിൻ്റെ സ്ക്രീനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് നിയോനേറ്റൽ സെപ്സിസ് സ്ക്രീനിങ്, അതിൻ്റെ വരുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ നിയോനേറ്റൽ സെപ്സിസ് സ്ക്രീനിങ്ങിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 5 കമ്പോണൻസ് ആണ് അതിനകത്ത് വരുന്നത്. ആ ഒരു സ്ക്രീനിങ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 5 2 അതിൽ കൂടുതലോ പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ 5 ക്രൈറ്റീരിയാസ് കാണാം. ഇതിലേതെങ്കിലും 2 അല്ലെങ്കിൽ 2ൽ കൂടുതലോ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ സെപ്സിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു നിയോനേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ആദ്യത്തേത് ഗാസ്ട്രിക് ആസ്പിറേറ്റ് ഫോർ പോളിമോർസ് ആണ്. ഗാസ്ട്രിക് ആസ്പിറേറ്റ് ഫോർ പോളിമോർസ് എന്ന് പറയുന്ന കാര്യം അത് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, അതായത് നമ്മൾ ഒരു ഹൈ പവർ ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ പോളിമോർസിൻ്റെ എണ്ണം ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ അതിനെ നമുക്ക് എന്താണെന്ന് പറയാം, പോസിറ്റീവാന്ന് പറയാം. സോ ഗാസ്ട്രിക് ആസ്പിറേറ്റ് ഫോർ പോളിമോർസ് ഈസ് എ ക്രൈറ്റീരിയ. സെക്കൻഡ് വൺ ഈസ് മൈക്രോ ESR. മൈക്രോ ESR എന്ന് പറയുന്നത് ബ്ലഡിനെ ഒരു ഒരു പ്രീ ഹെപ്പാരനൈസ്ഡ് ആയിട്ടുള്ളൊരു ഹെമാറ്റോക്രിറ്റ് ട്യൂബ് വഴി ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ, ആ ഒരു മൈക്രോ ESR വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 millimeter ആണെങ്കിൽ ഇറ്റ് ഈസ് സജസ്റ്റീവ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, സെപ്സിസ് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. സോ മൈക്രോ ESR ഈസ് എ ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ നമ്പർ സി ഈസ് അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് ഓർ ANC എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് നമ്മൾ, അതായത് ഒരു ടോട്ടൽ WBC കൗണ്ട് എടുത്തിട്ട് നമ്മളതിനെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യും. ഡിഫറൻഷ്യൽ കൗണ്ട് എടുക്കുമ്പോൾ അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈസ് കൺസിഡേർഡ് ടു ബി ലോ അല്ലേ? അപ്പോൾ അതങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം?
അവിടെ സെപ്സിസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് സി റിയാക്റ്റീവ് പ്രോട്ടീൻ, ദാറ്റ് ഈസ് ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ടും നമ്മൾ പെർസെൻറ്റേജ് ഓഫ് പോളിമോസും തമ്മിലുള്ള ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടറാണ് നമ്മൾ അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ടിൽ നോക്കുന്നത്. പിന്നെ നമുക്ക് സി റിയാക്റ്റീവ് പ്രോട്ടീൻ പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ബാൻ സെൽ കൗണ്ട് മീൻസ് ടോട്ടൽ ന്യൂട്രോഫിലും ഇമ്മച്വർ ന്യൂട്രോഫിലും തമ്മിലുള്ള ഒരു കൗണ്ട് നമ്മൾ നോക്കും, അത് ഗ്രേറ്റർ ദാൻ 0.2 ആയിരിക്കണം. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് വന്നതിൽ ഏതെങ്കിലും 2 എണ്ണം പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ, ആ ഒരു ബേബിയിൽ സെപ്സിസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ഇനി പറയൂ, സെപ്സിസ് സ്ക്രീനിങ്ങിൽ വരാത്തത് ഏതാണ്? നമുക്ക് ഗാസ്ട്രിക് ആസ്പിറേറ്റ് ഫോർ പോളിമോംസ് പറഞ്ഞായിരുന്നു, മൈക്രോ ESR ഉണ്ട് ആൻഡ് CRP ഉണ്ട്. അപ്പോൾ വരാത്ത ഫാക്ടർ ഏതാണ്? ഫീവർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ,